പത്തുത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. പത്തുത്സവത്തിന് കൊടിയിറങ്ങുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ക്ലബുകൾ, അതിന്റെ സംഘാടകർ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, എല്ലാവരും കൃത്യത പാലിച്ച് പരമാവധി വേഗത്തിൽ നമ്മുടെ ഘോഷയാത്ര കൊണ്ടുവരണം. ഇനി നിങ്ങൾ ഇവിടെ വന്ന് ചേർന്നതിന് ശേഷം മാത്രമാണ് ആറാട്ടിന് പോകേണ്ടത്. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും ശാന്തതയാണ്. ആറാട്ട് കഴിഞ്ഞ് വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായും ശാന്തതയാണ്. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം ഇത് വന്ന് ക്ഷേത്രത്തിൽ സമർപ്പിച്ചിട്ട് വേണം ഇവിടെ ആറാട്ടിന് പുറപ്പെടാൻ. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട നേർച്ചക്കാർ, ക്ലബുകൾ, സംഘാടകർ, അതിന്റെ ഒപ്പം നിൽക്കുന്ന കമ്മിറ്റികൾ ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ഘോഷയാത്ര കൊണ്ടുവരണം. അത് ക്ഷേത്ര കമ്മിറ്റി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സർവ്വതിനും പ്രാധാന്യം നമുക്ക് ക്ഷേത്രമാണ്. ക്ഷേത്രം ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്തതേതോ അതാണ് ക്ഷേത്രം. ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്തതേതോ അതാണ് ക്ഷേത്രം. ഒരു ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുമ്പോ ആ നാടിന് സർവൈശ്വര്യങ്ങൾ വന്ന് ഭവിക്കുന്നു എന്നാണ്. എന്നാൽ ഒരു ക്ഷേത്രം നശിക്കുമ്പോ ആ നാടിന് സർവനാശം ഭവം. ഒരു ക്ഷേത്രം അഭിവൃദ്ധിപ്പെടുമ്പോ ആ ദേശത്തിനും നാടിനും ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും വന്നു ചേരും. പക്ഷേ ഒരു ക്ഷേത്രം നശിച്ചാൽ ആ നാടിനും സർവനാശമാണ്. ഒരു മനുഷ്യ ആയുസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഏറ്റവും വലിയ ജന്മസുഹൃതമാണ് ഒരു ക്ഷേത്ര നിർമ്മാണം. ഒരു ക്ഷേത്ര നിർമ്മാണത്തിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയും. എത്രയെത്ര ജന്മാന്തരങ്ങൾക്ക് മുൻപ് ഋഷീശ്വരന്മാരും ആചാര്യശ്രേഷ്ഠന്മാരും പണികഴിപ്പിച്ച ക്ഷേത്രങ്ങൾ നമ്മൾ അത് പുനർനിർമ്മിക്കുന്നു. അത് നമ്മുടെ കർമ്മമാണ്. നമ്മുടെ കർമ്മഫലമായിട്ടാണ് നമുക്കൊരു ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധി, ഒരു ക്ഷേത്ര നിർമ്മാണം, ആ ക്ഷേത്ര ഉത്സവങ്ങൾ ഒരുക്കുക, അത് ഭംഗിയായി ഭഗവാനെ സമർപ്പിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടുക എന്നുള്ളതൊക്കെ ഒരു മനുഷ്യായുസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന ജന്മസുഹൃതങ്ങളാണ്. ജന്മജന്മാന്തരങ്ങളുടെ സുഹൃതപരമായി കിട്ടുന്ന പുണ്യമാണ് ഭഗവത് സന്നിധിയിൽ മഹാ ഉത്സവങ്ങൾ ഒരുക്കുക, അതിൽ പങ്കാളികളാകുക. അപ്പോ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സംഘാടക സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഘോഷയാത്രകൾ കൊണ്ടുവരണം. ഇപ്പോ സമയം ഒരുപാട് വൈകുന്നു. സമയം 9 മണിയോട് അടുക്കുകയാണ്. 9 മണിയോട് അടുക്കുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ കാഴ്ചകൾ കണ്ട് മടക്കാനായി കാത്തുനിൽക്കുന്നു. ക്ഷേത്ര മൈതാനത്ത് ആയിരങ്ങൾ കാത്തുനിൽക്കുകയാണ്. അപ്പൊ എത്രയും വേഗം കൂടുതൽ താമസിക്കാതെ ആറാട്ടിന് പുറപ്പെടണം. അത് പ്രാധാന്യമാണ്. തൃപ്പുണിയിറക്ക് അത് പ്രാധാന്യമാണ്. അപ്പോൾ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം, ക്ഷേത്ര ചടങ്ങുകളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഈ ഘോഷയാത്രകൾ എത്രയും വേഗം കൊണ്ടുവരണമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിക്കുകയാണ്. സഹകരിക്കുക. ഘോഷയാത്രകൾ എത്രയും വേഗം ക്ഷേത്രത്തിൽ കൊണ്ടുവരിക. മഹാദേവന്റെയും ശ്രീ ശിവം ശിവ